ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ 100 ഡേയ്സ് വീഡിയോ മേക്കിംഗ് ചലഞ്ച്, ഇൻകം ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1 മുതൽ ഡേ 9 വരെയുള്ള ചലഞ്ചുകൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരുപാട് പേര് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് നിസീബ, മണി മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് കോച്ചാണ്. സോ ഡേ 10 ആണ് നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ, ഡേ 1 മുതൽ ഡേ 9 വരെയുള്ള വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. അതിനുശേഷം ഡേ 10 മുതൽ നമ്മുടെ ജേർണിയിലോട്ട് പാർട്ടാവുക. സോ ഈ ഒരു ചലഞ്ചിന്റെ ഒരു കമ്മിറ്റ്മെന്റ് പ്രോമിസ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ 100% നിങ്ങൾ കമ്മിറ്റ് ആയിട്ട് 100 ഡേയ്സ് ഈ ഒരു ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസും അതുപോലെ നോളജ്, പ്രോഡക്റ്റോ സർവീസോ വഴിയിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇതിൽ എത്ര പേര് ഈ ഒരു ചലഞ്ച് ചെയ്യാൻ റെഡിയാണ്? റെഡി ആയിട്ടുള്ളവർ ആർഡിന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു. ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചലഞ്ച് സൂപ്പറായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായി യൂട്യൂബിൽ എന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. സോ നമുക്കിന്ന് ഡേ 10 പോയാലോ? സാധാരണയായിട്ട് നമ്മളെ വീഡിയോ ചെയ്യാൻ മടിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പെർഫെക്ഷൻ വേഴ്സസ് പ്രോഗ്രസും അതുപോലെ പെർഫെക്ഷനിലുള്ള 5 മിത്തുകളെ കുറിച്ചിട്ടും എങ്ങനെ പെർഫെക്ഷൻസ് നന്നായിട്ട് ചെയ്യാം എന്നുള്ള സ്റ്റെപ്സുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എല്ലാവരും ബുക്ക് എടുക്കുക, നമ്മുടെ ഡേറ്റ് എടുക്കുക, ചലഞ്ച് നമ്പർ 10 ആയിട്ട് എഴുതുക. അതുപോലെ തന്നെയാണ് പെർഫെക്ഷൻ വേഴ്സസ് പ്രോഗ്രസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം പെർഫെക്റ്റ് അല്ല, പേടിയാണ്. അയ്യോ, എനിക്കൊരു പെർഫെക്റ്റ് അല്ല എന്നൊരു പേടിയാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത്. അതായത് ഈ പേടിയാണ് നിങ്ങളെ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാതെ അതേ സെയിം പ്ലേസിൽ തന്നെ നിർത്തുന്നത്. അപ്പം എന്താണ് പെർഫെക്ഷൻ എന്ന് നോക്കാം. സോ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, എല്ലാം റെഡിയായാൽ മാത്രമേ നമ്മൾ തുടങ്ങുകയുള്ളൂ. മിസ്റ്റേക്സ് ഒന്നും വരാൻ പാടില്ല, ക്രിട്ടിസിസം വരാൻ പാടില്ല. ഞാൻ ഒരു ദിവസം തുടങ്ങുക തന്നെ ചെയ്യും എന്നിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പെർഫെക്ഷൻ ആയിട്ട് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, പെർഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിലേ ഉണ്ടായിരിക്കും, അതുകൂടാതെ സംശയം ഉണ്ടായിരിക്കും. സോ എത്ര പേര് ഇതേ ലെവലിലോട്ട് കടന്നു പോവുകയാണ്? ഒരുപാട് നിങ്ങൾക്ക് പല സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ കോണ്ടന്റോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ അത് ഇനി എഡിറ്റ് ചെയ്യണം, അതിനകത്ത് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യണം. പക്ഷെ എങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാക്കിലോട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ്. സോ ആ പെർഫെക്റ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നായാലും നാളെ ആയാലും മറ്റന്നാളായി കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ് പ്രോഗ്രസ് എന്ന് നോക്കാം. അപ്പൊ പെർഫെക്റ്റ് എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ പ്രോഗ്രസ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും നമുക്ക് ഒരു വീഡിയോസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഓൾറെഡി വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ ആ വീഡിയോസിന്റെ കോണ്ടന്റ് എല്ലാം കംപ്ലീറ്റഡ് ആണ്, എന്നാൽ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, ഡെയിലി സ്മോൾ സ്റ്റെപ്സ് എടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇംപ്രൂവ്മെന്റിന് നമ്മൾ ഒരു ഓവർ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണ് പ്രോഗ്രസിനകത്ത് വരുന്നത്. സോ നമുക്ക് ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നു, അത് നെക്സ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു മിസ്റ്റേക്സ് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രസ് ആയിട്ട് പറയുന്നത്. സോ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് പ്ലസ് മൊമെന്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് പ്രോഗ്രസ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം പ്രോഗ്രസും അതുപോലെ പെർഫെക്ഷനും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് തടയുന്നത് നോക്കാം. അത് നമ്മൾ തടയുന്നത് വെച്ചാൽ മറ്റുള്ളവർ നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യും, അതുപോലെ കമ്പാരിസൺസ്, പിന്നെ അത് നമുക്ക് തന്നെ നമ്മളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ റോങ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മിത്ത് നമുക്കുണ്ടായിരിക്കും. സോ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും നാളായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെയോ നിങ്ങളുടെ സർവീസിനെയോ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും ക്രിയേറ്റ് ചെയ്യാൻ
കഴിയാത്തത്. ഇപ്പൊ നിങ്ങൾ മുഖം കാണിച്ച് തന്നെ വീഡിയോസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കുക, ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ജസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുക. വോയിസ് ഓവർ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്താൽ പോലും അത് വീഡിയോ ആയിട്ട് പോകുന്നുണ്ട്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പർച്ചേസിങ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, പീപ്പിൾ എപ്പോഴും റിമെമ്പർ ചെയ്യുന്ന വാല്യൂവിനാണ്. അവർ പെർഫെക്ഷൻ അല്ല നോക്കുന്നത്. ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് എന്ത് വാല്യൂ കിട്ടുന്നുണ്ട്, ആ വാല്യൂ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രസ്സും പെർഫെക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. പെർഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ടി വരും. അതേസമയം പ്രോഗ്രസ് ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഡൂ മോർ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പെർഫെക്ഷൻ ആണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പ്രോഗ്രസ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പെർഫെക്ഷൻ ആണെങ്കിൽ ഫിയർ മിസ്റ്റേക്ക് ആണ്, മറ്റേതിനകത്താണ് യൂസ് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, മിസ്റ്റേക്സ് എന്നാണ് ഇറ്റ്സ് ഓക്കെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലോട്ട്. പെർഫെക്ഷൻ ആണെങ്കിൽ ഈഗോ ആണ്, പ്രോഗ്രസ് ആണെങ്കിൽ ഗ്രോത്ത് ആണ്. അതുപോലെ പെർഫെക്ഷൻ ആണെങ്കിൽ സീറോ ഇൻകോ ആയിരിക്കും, മറ്റേതാണെങ്കിൽ ലേണിംഗ് പ്ലസ് ഇൻകോ ആയിരിക്കും. നമുക്ക് പഠിക്കുകയും ചെയ്യും, അതിനകത്ത് ഇൻകം കിട്ടുകയും ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതാണ് പ്രോഗ്രസും പെർഫെക്ഷനും തമ്മിൽ. അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മുടെ ഒരു ബോധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ ഒരു 5 മിത്തുകളെ കുറിച്ചിട്ട് പറയാം. പെർഫെക്ഷനെ കുറിച്ചുള്ള 5 മിത്തുകളെ കുറിച്ചിട്ട്. എത്ര പേര് ഈ ഒരു മിത്തിൽ കൂടി കടന്നു പോവുകയാണെന്ന്, എത്ര മിത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അവസാനം ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതായത് ഫസ്റ്റ് മിത്ത് എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് വീഡിയോകൾക്കാണ് റീച്ച്. ആരാ പറഞ്ഞ പെർഫെക്റ്റ് വീഡിയോകൾക്കാണ് റീച്ച് എന്ന്? റിലേറ്റബിൾ ആയിട്ട് വരുന്ന വീഡിയോസിനാണ് റീച്ച് കൂടുതൽ വരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കോണ്ടന്റ് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതെന്താണ് റീച്ചബിൾ കോണ്ടന്റ് ആയിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് റീച്ച് വരുന്നില്ല. അപ്പം പെർഫെക്റ്റ് വീഡിയോക്കാണ് റീച്ച് എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവ് സെൻസ് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് പീപ്പിൾ ജഡ്ജ് എവറി മിസ്റ്റേക്സ്. ആൾക്കാർക്ക് മിസ്റ്റേക്സുകൾ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്, ചില ആളുകൾ മിസ്റ്റേക്സുകൾ മാത്രം നോട്ട് ചെയ്ത് നടക്കുന്ന ആളുകൾ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതേസമയം നമ്മുടെ മനസ്സിനകത്ത് എൻ്റെ വീഡിയോസിനൊപ്പം അങ്ങനെ വേറെ ഒരു കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ, അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലൊരു മൈൻഡ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മുടെ മിസ്റ്റേക്സ് അല്ല, നമ്മൾ മിസ്റ്റേക്സ് ഒരിക്കലും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് വൺ ബാഡ് വീഡിയോ കൊണ്ട് ഇമേജ് പോലും. ഒരു വീഡിയോ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയി എന്നാണ് ആളുകളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. കാരണം വെച്ചാൽ ഒരു വീഡിയോ ഇമേജ്, ആ ഒരു വീഡിയോ ഒന്ന് ഇതായി കഴിഞ്ഞാൽ ബാഡിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് കേപ്പബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ട് ആ ഒരു വീഡിയോ, ഇനിയുള്ള വീഡിയോ പറ്റി നമ്മൾ ഇതാക്കുന്നത്? നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ജീവിക്കുന്നത്? കാരണം വെച്ചാൽ ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വീഡിയോ എടുത്ത് അയ്യോ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇതായി പോയി, ഞാൻ പറഞ്ഞ കോണ്ടന്റ് അത്ര ശരിയായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ട്രൈ ടു നെക്സ്റ്റ് ടൈം, അത്രേ ഉള്ളൂ. നമ്മുടെ ഇൻവിസിബിലിറ്റി ഒന്ന് നോക്കണം, നമ്മൾ വിസിബിൾ ആയിട്ട് ഇരിക്കുക. ഓക്കെ, നാലാമതായിട്ട് വരുന്ന കോൺഫിഡൻസ് ആദ്യം വേണം. നമ്മൾ കോൺഫിഡൻസ് വന്നതിന് ശേഷം ഒരു കാര്യം ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ചെയ്യത്തില്ല. നമ്മൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷന്റെ പാർട്ട് മാത്രമാണ്. നമ്മളൊരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇപ്പം ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ നോക്കി നമുക്ക് കോൺഫിഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസിന്റെ പാർട്ടാണ്. നിങ്ങളൊരു ക്യാമറ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുത്ത് ഇപ്പൊ എഴുതുകയാണെങ്കിൽ, ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇതൊരു കോൺഫിഡൻസിന്റെ പാർട്ടായിട്ട് വരുന്നത്. അപ്പം കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ആക്ഷൻ എടുത്താൽ മാത്രമേ കോൺഫിഡൻസ് വരത്തുള്ളൂ. അടുത്തതായിട്ട് വരുന്നത് പെർഫെക്ഷൻ ഈക്വൽ ടു പ്രൊഫഷണലിസം. ഇത് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പെർഫെക്റ്റ് ആയാലേ പ്രൊഫഷണലിസം വരത്തുള്ളൂ. ഒന്നുമില്ല, കൺസിസ്റ്റൻസിയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. നമ്മൾ ഡിസിപ്ലിൻ ആണ് നമ്മുടെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മളൊരു ടൈം കൊടുക്കുമ്പോൾ ആ ടൈമിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മുടെ പ്രൊഫഷണലിസത്തിന്റെ പാർട്ടായിട്ട് വരുന്നത്. അല്ലാതെ ബാക്കി ഒന്നും പ്രൊഫഷണലിസത്തിന്റെ പാർട്ടായിട്ട് വരുന്നത് അതെല്ലാം നമ്മൾ ഈ മിഥ്യാധാരണകൾ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന. അതായത് നമുക്കൊരു കാര്യം ആവശ്യമാണ്, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് മനസ്സും സമയവും അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രദ്ധയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ 5 മിത്തിൽ എത്ര മിത്തുകളാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. 5, 5, 4 ഒക്കെ എനിക്ക്
സോ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് സീറോ മിത്തിലോട്ട് നമുക്ക് കൊണ്ടെത്തിച്ചിട്ട് നമ്മുടെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ അനാലിസിസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ബുക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇതിനകത്ത് എത്ര വീഡിയോസ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാതെ ഇട്ടിരിക്കുന്നതെന്ന് നോക്കുക. ഓക്കെ. എന്തുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നിങ്ങളെ തടയുന്നത്? നമ്മൾ ഇന്നലെ ഇതേ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആക്കാനായിട്ട് എത്ര സമയം വേസ്റ്റ് ചെയ്തു? ഇതുകൊണ്ട് നിങ്ങളുടെ ഇൻകത്തിന് എന്തെങ്കിലും ലോസുകൾ വന്നിട്ടുണ്ടോ? ഒരു വീഡിയോ നമ്മൾ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. സോ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്ഷൻ നോക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? നമ്മൾ ആ വീഡിയോസിനെ അപ്ലോഡ് ചെയ്യുക. ആളുകൾ കണ്ടുപോട്ടെ, നമ്മൾ ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെയെങ്കിലും കാണും. കാരണം ഇതൊക്കെ നമ്മുടെ ഒരു അസറ്റ് ക്രിയേഷൻസ് ആണ്, നമ്മൾ ചെയ്യുക. അപ്പൊ നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുക. നമ്മൾ പെർഫെക്റ്റ് വീഡിയോയ്ക്ക് പകരം ഡെയിലി പ്രോഗ്രസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക. ഓക്കെ. അതായത് നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾ ഒരു 30 ഇംപെർഫെക്റ്റ് വീഡിയോസ് ചെയ്യുക. ഒന്ന് ഗോള് സെറ്റ് ചെയ്ത് നോക്കിയാൽ. ഇംപെർഫെക്റ്റ് വീഡിയോസ്, പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് വീഡിയോസ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ സെയിം ഫോർമാറ്റ് യൂസ് ചെയ്യുക, സെയിം ടൈം യൂസ് ചെയ്യുക, സെയിം ഡ്യൂറേഷൻ. നിങ്ങൾ 60 മുതൽ എന്താണ് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയുള്ള വീഡിയോസ് മതി. ആദ്യം തുടക്കകാലത്തിൽ അത് മതി. അതിനുശേഷം പതുക്കെ പതുക്കെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് തുടങ്ങുമ്പോൾ എത്ര വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഞാനൊരു റൂള് പറഞ്ഞുതരാം. ഒരു 5 റൂൾസ് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1 ടേക്ക് റൂളാണ്. അതായത് മിസ്റ്റേക്സ് വന്നാലും സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ സാധാരണയായിട്ട് മിസ്റ്റേക്സ് റീടേക്ക് ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്നാലും സ്റ്റോപ്പ് ചെയ്തത്, മിസ്റ്റേക്ക് വന്നാലും നമ്മൾ എടുത്തുകൊണ്ടേ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം 70% ഇസ് ഇനഫ്. അതായത് ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഡൺ. ഷൂട്ട്, അപ്ലോഡ്, ഡൺ. ഇത്രേ ഉള്ളൂ, തീർന്നു. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ ട്രാക്ക് ആക്ഷൻ. അതായത് നിങ്ങൾ എത്ര വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ള ട്രാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു 4 റൂള് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് 1 ടേക്ക് റൂള്, 70% ഇനഫ്, നോ റീ വാച്ച്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഓരോ കാര്യത്തിനെയും എന്താണ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നോക്കി നോക്കി വരുമ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആവത്തില്ല. നമ്മൾ റീ വാച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ ട്രാക്ക് ആക്ഷൻ, നോ വ്യൂസ്. ഒരിക്കലും വ്യൂസ് അല്ല, നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റി എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പറ്റും. ഒരു ടോപ്പിക് എടുക്കുക, ഒരു പോയിന്റ് എടുക്കുക, ഒരു സ്റ്റോറി പറയുക, ഒരു CTO കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ സെൽഫ്, അപ്പൊ നിങ്ങളിപ്പം ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്? ഇപ്പം നിങ്ങൾ ഈ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ് തന്നെ ഇംപെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്ത് പോവുക. ഇതൊക്കെ ഷൂട്ടിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് കറക്റ്റ് കോണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തരും. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ക്ലാസ്സസ് ആയിട്ടാണ് പോകുന്നത്. ബേസ് വീഡിയോസ് ആണത്. ഈ വീഡിയോസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ റീവാച്ച് ചെയ്യാം. പെർഫെക്റ്റ് വീഡിയോക്കാല് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നിർത്താതിരിക്കുക. നമ്മുടെ പ്രോഗ്രസ് വീഡിയോസ് നിങ്ങളെ ഒരു ഇൻകത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് ഇൻകം ആണ് അല്ലേ? നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഇൻകത്തിലോട്ട് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ ഇംപെർഫെക്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പെർഫെക്റ്റ് വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ഈഗോസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മറ്റേത് അങ്ങനെ പ്രോഗ്രസ് വരുന്നത് നമുക്കൊരു ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് വരുന്നുണ്ട്. ആ ലീഡർഷിപ്പിന് ഒരു ക്വാളിറ്റി വരുന്നുണ്ട്. നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകും. പെർഫെക്റ്റ് അല്ല, നമ്മൾ പ്രോഗ്രസ് ആയിട്ട് ഇരിക്കുക. ഓക്കെ. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഷൂട്ട് ചെയ്യുക. ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ടാസ്ക് കംപ്ലീറ്റ് എന്ന് വന്ന് എഴുതുക. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സെഷൻസുമായിട്ട് നമ്മുടെ ഡേ ലെവലിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നൈറ്റ് മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. ആ നൈറ്റ് മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയുടെ. അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നൈറ്റ് മെഡിറ്റേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അത് അബ്സല്യൂട്ട്ലി ഫ്രീ സെഷൻസ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ
90 മിനിറ്റ്സിന്റെ ഫ്രീ വെബിനാർ സെഷൻസും വരുന്നുണ്ട്. അതിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്തുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാണ്. സോ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള റിസൾട്ട്സുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് വീണ്ടും നാളെ ഒരു സെഷനുമായിട്ട് കണ്ടുമുട്ടാം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു സോ മച്ച്.